ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരാളോട്, ഒരു വിദ്യാർത്ഥിയോട് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് പഠിക്കാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കുടഞ്ഞിട്ടെന്ന് വരും. പല കാര്യങ്ങളായിരിക്കും അവർക്ക് പഠിക്കേണ്ടത്, പല വിഷയങ്ങളെക്കുറിച്ചായിരിക്കും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹയർ സ്റ്റഡീസിന് പോകുന്ന കാര്യമോ, വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പഠിക്കുന്ന കാര്യമോ, അങ്ങനെ തുടങ്ങി നമ്മൾ തന്നെ ഒരുപക്ഷെ അന്തം വിട്ടുപോകും, ചോദിച്ചല്ലോ എന്നായിപ്പോകും. അത്രമാത്രം പാഠ്യവിഷയങ്ങൾ തൻ്റെ മുമ്പിൽ സ്വപ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയാൻ വരുന്നത്, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതേക്കുറിച്ച് നമ്മൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, പ്രാവർത്തികമാക്കിയിരിക്കണം. തുടർ ചിന്തയ്ക്കായി കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നോക്കൂ, പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും പ്രത്യേക പാഠ്യവിഷയമുണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സിലബസ് ഉണ്ടോ? പ്രാർത്ഥിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയാൽ, ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. എന്നിരുന്നാലും മറ്റെന്ത് കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്നുള്ള ആഗ്രഹം വളരെ ചുരുക്കം പേർക്കേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ ദിവസം ദ്വീപവാസികളായ ചില ആളുകളുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, വാസ്തവത്തിൽ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും ഭാഷ ആവശ്യമുണ്ടോ? എല്ലാ ആശയവിനിമയങ്ങൾക്കും ഭാഷ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഭാഷയുടെ ആവശ്യമില്ല. ഭാഷാ പാണ്ഡിത്യം തെളിയിക്കേണ്ട മേഖലയുമല്ലല്ലോ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ദൈവം ആത്മാവാകുന്നു എന്നല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആത്മാവാം ദൈവത്തോട് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിൽ തന്നെ ഇങ്ങനെ ആത്മാവ് കൊണ്ട് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച പലരുമുണ്ട്. അതിലൊരാളെ നമുക്ക് നോക്കാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ആണ്ടുതോറും ശീലോവിലേക്ക് വർഷാന്തരയാഗം കഴിക്കാൻ പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ഭർത്താവായ എൽക്കാനയോടൊത്ത് ഹന്നയും ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് നമുക്ക് നിശ്ചയമില്ല. ഹന്നയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൾക്ക് മക്കൾ ഇല്ലായിരുന്നു. ആ ഒറ്റ കാര്യം കൊണ്ട് അവൾ വല്ലാതെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു നാൾ വർഷാന്തര യാഗം കഴിക്കാനായി ശീലോവിൽ ചെന്നപ്പോൾ ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധേയമാണ്. വാക്യം ഇങ്ങനെയാണ്: അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. എന്നാൽ കണ്ണുനീരിനെ മറികടക്കാത്ത നമ്മുടെ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞിട്ടുള്ള ആരും തന്നെ നിരാശപ്പെടേണ്ട വന്നിട്ടില്ല. അവർക്കൊക്കെ ദൈവം മറുപടി അയച്ചിട്ടുണ്ട്. അവൾ പ്രാർത്ഥിച്ചു, കരഞ്ഞു, ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. എന്നാൽ ആ പ്രാർത്ഥനയുടെ ഏകദേശ രൂപമാണ് നമ്മൾ വായിച്ച വാക്യം. ഹൃദയം കൊണ്ട് സംസാരിച്ചു, അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ഇവിടെയും തന്നെ വിമർശിക്കുവാനും പരിഹസിക്കുവാനും ആളുണ്ട് കേട്ടോ. എന്നാൽ ഈ വിമർശനങ്ങളുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ അവൾ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാപിച്ചിട്ടാണ് മടങ്ങിയത്. ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങൾ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ഭാരപ്പെടരുത്. തുടർമാനമായി പിന്നെയും പ്രാർത്ഥിക്കുക. ആർക്കും നിങ്ങളുടെ ഭാഷ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഭാഷ പോലും തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് മറുപടി തരും. ഞാൻ നിങ്ങൾക്കോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയോട് പ്രാർത്ഥിപ്പാൻ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ അഭ്യസിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.